ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പാലപ്പൂർ ഇടവക അതിൻ്റെ സെൻറ്റിനറി ജൂബിലി ആഘോഷിക്കുന്ന ഈ സുന്ദര സുദിനത്തിൽ 100 എപ്പിസോഡുകളോട് കൂടിയ ക്രൂശിതൻ്റെ കൂട്ടുകാരൻ എന്ന വീഡിയോ ചെയ്യുന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. ഈ 100ാമത്തെ എപ്പിസോഡ് ചെയ്യുവാൻ സർവശക്തനായ ദൈവം എന്നെയും അനുഗ്രഹിച്ചിരിക്കുന്നതിന് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ജൂബിലി എന്ന് പറയുന്നത് ത്യാഗത്തിൻ്റെയും ആത്മാർപ്പണത്തിൻ്റെയും സുന്ദര നിമിഷങ്ങളാണ്. ഒരിക്കൽ ബെനഡിക്റ്റ് മാർപ്പാപ്പ ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ഒരു പത്രപ്രവർത്തകർ കടന്നു വന്ന് ഓഫീസിലുള്ളവരോട് ചോദിച്ചു, മാർപ്പാപ്പയെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയുവാനുള്ളത് എന്ന്. അപ്പോൾ അവരിൽ ഒരാൾ എണീറ്റ് നിന്ന് പറഞ്ഞു, ഉൻവേരോ ക്രിസ്ത്യാനോ, അതായത് ഉത്തമനായ ക്രിസ്ത്യാനി എന്നർത്ഥം. വളരെ നല്ല മറുപടി. സ്നേഹം നിറഞ്ഞവരെ, ഈ ജൂബിലി ആഘോഷിക്കുമ്പോൾ മറ്റുള്ളവരും നമ്മളെക്കുറിച്ച് പറയണം, ഉത്തമയായ ഒരു ക്രിസ്ത്യാനി എന്ന് മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കുമ്പോഴാണ് ഈ ജൂബിലി അതിൻ്റെ പരിപൂർണതയിൽ എത്തുന്നത്. മണവാളനെ എതിരേൽക്കുവാനായി നിൽക്കുന്ന മണവാട്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോൾ ഒത്തൊരുമയോടും സാഹോദര്യത്തോടും സ്നേഹത്തോടും കൂടി ആ ജൂബിലിയിൽ നാമും പങ്കുകാരാകണം. അപ്പോൾ മാത്രമാണ് ജൂബിലിയിൽ നമുക്ക് അർത്ഥം കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. ആഹ്ലാദത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും നിർവൃതിയുടെയും ഭാഗമായിട്ട് ജൂബിലി മാറുമ്പോൾ കഴിഞ്ഞ 100 വർഷങ്ങളിൽ സർവശക്തനായ ദൈവം നമുക്ക് നൽകിയ, നമ്മുടെ ഇടവകയ്ക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിയോടെ ഓർക്കുവാനും അതിന് നന്ദി പറയുവാനുമുള്ള സുന്ദര അവസരം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകളോ കോട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെ തിരുത്തിക്കൊണ്ട് നല്ല ദിനങ്ങളിലേക്ക് മുന്നേറുവാനായിട്ട് പരിശ്രമിക്കുന്നതായ നിമിഷങ്ങൾ. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ഒരിക്കൽ വീടിൻ്റെ വരാന്തയിൽ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്കൊരു ഫിഷക്കാരൻ കടന്നു വരുന്നു. അദ്ദേഹം ഫിഷ യാചിക്കുമ്പോൾ അബ്രഹാം അദ്ദേഹത്തിന് പൈസ കൊടുക്കുന്നു. പൈസ സ്വീകരിച്ചതിന് ശേഷം ആ ഫിഷക്കാരൻ പറയുന്നു, എനിക്ക് വിശക്കുന്നു, കഴിക്കുവാൻ എന്തെങ്കിലും തരണമെന്ന്. ഇത് കേട്ട അബ്രഹാം ഉടനെ ഭാര്യയെ സാറായെ വിളിച്ചിട്ട് സാറായോട് പറയുന്നു, ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുക്കാനായിട്ട്. സാറ ഭക്ഷണം എടുക്കുവാനായിട്ട് അകത്തേക്ക് പോകുന്നു. ഈ നിമിഷത്തിൽ ഈ ഫിഷക്കാരൻ ആ വരാന്തയിൽ അബ്രഹാത്തോടൊപ്പം ഇരിക്കുന്നു. ഇരുന്നു കൊണ്ട് അദ്ദേഹം അബ്രഹാത്തോട് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ തകർച്ചയ്ക്ക്, എൻ്റെ കോട്ടങ്ങൾക്ക് എല്ലാം കാരണം ഈ ദൈവമാണ്. എന്നെ ഒരു ഫിഷക്കാരനായി മാറ്റിയതുപോലും ഈ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ കുറ്റപ്പെടുത്തുകയാണ് ഈ ഫിഷക്കാരൻ. അബ്രഹാത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവം. ആ ദൈവത്തെ ഈ ഫിഷക്കാരൻ കുറ്റപ്പെടുത്തുമ്പോൾ അദ്ദേഹം വളരെയധികം വിഷമിക്കുകയും ഈ ഫിഷക്കാരന് ഭക്ഷണം കൊടുക്കാതെ വീട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവം അബ്രഹാത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അബ്രഹാത്തോട് ചോദിക്കുന്നു, കഴിഞ്ഞ 32 വർഷമായിട്ട് ഈ ഫിഷക്കാരൻ എന്നെ കുറ്റപ്പെടുത്തുന്നതും പ്രാകുന്നതും എന്നെ ഇല്ലായ്മ ചെയ്യുന്നതും എല്ലാം ഞാൻ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ അന്നം ഞാൻ മുട്ടിച്ചിട്ടില്ല. എന്നാൽ നീ എന്താണ് ചെയ്തത്? നീ എന്നെ കുറ്റപ്പെടുത്തുന്നത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാതെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയല്ലേ ചെയ്തത്. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ കരുതുന്ന കരമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ജൂബിലി ആഘോഷിക്കുമ്പോൾ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളെയും സ്നേഹിക്കുവാനും കരുതുവാനും അവർക്കാവശ്യമായ നന്മ ചെയ്തുകൊണ്ട് അവരെ നന്മയിലേക്ക് വളർത്തുവാനും നമ്മൾ പരിശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുകയുള്ളൂ. അതോടൊപ്പം നമ്മൾ ജൂബിലി ആഘോഷിക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ ജൂബിലിയുടെ ധന്യമായ ഈ നിമിഷത്തിൽ
എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ജൂബിലി ആശംസകൾ സ്നേഹത്തോടെ ഞാൻ നേരുന്നു. നമ്മൾ നന്മ ചെയ്യുമ്പോൾ നമ്മുടെ നന്മ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെടുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഈ ജൂബിലി ആഘോഷിക്കുമ്പോൾ എൻ്റെ പാലപ്പൂർ ഇടവകയിലെ എല്ലാ ജനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ജൂബിലി ആശംസകൾ ഞാൻ നേരുന്നു. എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ.